റോഡിന് കുറുകെ കാന നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ ബുള്ളറ്റ് വീണു യാത്രികന് പരിക്ക്. കടുങ്ങല്ലൂർ എടയാർ പാനായിക്കുളം റോഡിൽ രാത്രി 7 മണിയോടെയാണ് സംഭവം. പാനായിക്കുളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇരുചക്ര വാഹന യാത്രികനായി 20 വയസ്സുള്ള ദേവ PS ആണ് അപകടത്തിൽപ്പെട്ടത്. ബിനാനി സിംഗ് ജംഗ്ഷന് സമീപം റോഡിന് കുറുകെ കുഴിച്ച കുഴിയിലാണ് ബുള്ളറ്റ് യാത്രികൻ വീണത്. ഇയാളെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് റിഫ്ലക്ടറോ വെളിച്ചമോ ഉണ്ടായിരുന്നില്ല. ഇതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. സത്യമല്ലേ? നിങ്ങൾ നോക്കിയേ, ഇവിടെ എവിടെയാണ് ഈ പറഞ്ഞ സംഭവം ഉള്ളതെന്ന് നിങ്ങളൊന്ന് നോക്കിയേ. ഫയർഫോഴ്സ് വരേണ്ടി വന്നു. നിങ്ങൾ നോക്ക, കഷ്ടപ്പാട് നിങ്ങളൊന്ന് നോക്ക്. ഹൈക്കോടതി പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും തലയ്ക്ക് വിവരമില്ലാത്ത ഉദ്യോഗസ്ഥരും എഞ്ചിനീയർമാരും ആണോ റോഡ് നമ്മുടെ നാട് നന്നാക്കേണ്ടത്? ഇവരെയൊക്കെ വെച്ച് നാളെ നമ്മുടെ ജീവൻ, ഓരോരുത്തരുടെയും ജീവൻ പോവില്ലേ? കേരള ഹൈക്കോടതി ജഡ്ജി പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, കാനയിൽ പോലും സ്ലാബ് ഇടാൻ പറഞ്ഞിട്ട് നടപ്പാക്കാത്തവര് ഇത്രയും റോഡിന് കുറുകെ ഇതേപോലെ ഒരു ഇത് വിരിച്ചിട്ട് നിങ്ങൾ നോക്ക്. അപ്പൊ എന്താ പറയണ്ട ഞാൻ ഇതിനകത്ത്? ഈ കഷ്ടപ്പാടും ദുരിതവും എത്ര പേര് ഇനിയും മരിക്കണം? ഈ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് സാമ്പത്തിക ലാഭം വാങ്ങി ഉദ്യോഗസ്ഥന് ഇവിടെ ചുമതല കൊടുക്കുമ്പോൾ അവന് വിദ്യാഭ്യാസ യോഗ്യതയുണ്ടോ, അവന് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ ബാധ്യതയുള്ളവരൊക്കെ കൈക്കൂലിയും മേടിച്ചിട്ട് ഇതേപോലെയുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇനി എത്ര പേര് കുഴിയിൽ വീണ് ഇതേപോലെ മരിച്ചാൽ മാത്രമാണ് നിങ്ങൾ തലയ്ക്ക് ബോധത്തോടെ ഇത് ക്ലിയർ ആക്കത്തുള്ളൂ. കഷ്ടപ്പാട് നിങ്ങൾ നോക്ക്. എന്ത് ഉദ്യോഗസ്ഥരെന്ത് എഞ്ചിനീയറും ബാക്കിയുള്ളവരൊക്കെ ഓവർസിയർ അടക്കം എല്ലാവരും എന്ത് പോക്കൃത്തരം കാണിച്ചാലും ദുരിതം അനുഭവിക്കേണ്ട ഫയർഫോഴ്സ് ജീവനക്കാർ. ബാക്കി എല്ലാവരും വന്നിട്ട് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഉദ്യോഗസ്ഥന് ഇപ്പോൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടോ? ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടോയെന്ന് നിങ്ങൾ നോക്കിക്കോ. ഉദ്യോഗസ്ഥനെ മാത്രം അവിടെ കാണൂല. അതിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒരാളെയും നിങ്ങളവിടെ കാണാൻ പോകണില്ല. പോലീസും ഫയർഫോഴ്സും വന്ന് നിന്ന് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും എന്ത് ദുരന്തം വന്നാലും അവർ തന്നെ പണിയെടുക്കണം. നോക്കിയാൽ കഷ്ടപ്പാട് നോക്കിയേ. ബുള്ളറ്റ് ഇപ്പം ചുമക്കുന്നു പറഞ്ഞുകൊണ്ടാണ്. പൊങ്ങത്തുമില്ല അനങ്ങത്തുമില്ല, ബുള്ളറ്റാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. പിന്നെ എന്ത് പറയാനാണ്? ഇതിനെന്താണോ ഒരു പരിഹാരം ഉണ്ടാവണത്? പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. മേലുദ്യോഗസ്ഥൻ കാശ് മേടിക്കാറുണ്ട്. സത്യസന്ധമായ എഞ്ചിനീയർ, വിദ്യാഭ്യാസ യോഗ്യതയും ക്വാളിഫിക്കേഷനും ഉള്ള ഉദ്യോഗസ്ഥനെ ചുമതലയിൽ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കും. ഫയർഫോഴ്സ് ആ പണി കംപ്ലീറ്റ് എടുത്തുകൊണ്ടിരിക്കും, പോലീസ് കാവലും നിൽക്കും. ഇത് സ്വാഭാവികം മാത്രം. ഓക്കെ, കഷ്ടപ്പാട് നിങ്ങൾ നോക്കിക്കോ. നാട്ടുകാര്, ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരെല്ലാരും കൂടി നോക്ക്, ബുള്ളറ്റ് വലിച്ചു കയറ്റി നോക്ക്. ആർക്കാ നഷ്ടം? ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ അവന്റെ ജോലിയുടെ ഭാഗമായിട്ടാണെന്ന് പറയാം. ആ ബുള്ളറ്റ് വെള്ളത്തിൽ പോയവനായി കഴിഞ്ഞാൽ കാശ് കിട്ടും. ഇനി ഇൻഷുറൻസ് നടന്ന് ഇൻഷുറൻസും പറഞ്ഞ് കേസെന്നും പറഞ്ഞ് ഒരു 5-6 കൊല്ലം കോടതി കയറി ഇറങ്ങി നടക്കും. അപ്പോഴല്ലേ തീരുമാനം ഉണ്ടാവുള്ളൂ. ഓക്കെ.